ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു പൈസ ഒരുപാട് നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചിലപ്പം ഒരു മിറക്കിള് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊരു മിറക്കിള് സംഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ആയിരിക്കാം, പുതിയൊരു തുടക്കം. അപ്പോൾ അത് പൈസയുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, അത് വീടാകാം, വാഹനമാകാം, നിങ്ങൾക്ക് ഈ ഒരു സമയം എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇപ്പോഴും നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉള്ള ആൾക്കാരായിരിക്കാം. എന്തായാലും അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. ഒരു ശരിക്കും അബണ്ടൻസ് വരുന്നു, ഒരുപാട് പൈസ നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലക്ഷറി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയത്. അങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടട്ടെ. ഗുഡ് ലക്ക് ചാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഒരു സ്പെല്ല് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗ്യം വരാൻ ബ്ലോക്കുള്ള ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആകാം, നിങ്ങളുടെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ആകാം, മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗ്യം ബ്ലോക്ക് ചെയ്യുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം, അതും ആകാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യത്തിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെല്ല് ചെയ്യാം എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ, ഇപ്പോൾ സ്പെല്ലെന്ന് പറയുമ്പോൾ നമുക്കത് പ്രാർത്ഥനയായിട്ട് കണക്കാക്കാം. അങ്ങനെ എന്തെങ്കിലും സ്പെല്ല് ചെയ്യാം. ഏത് മതത്തിലുള്ള ആൾക്കാരായാലും നിങ്ങൾ ഗുഡ് ലക്കിനുള്ള സ്പെല്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മണിയുടെ ഹോപ്പണ ചെയ്യാം. അത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം കൊണ്ടുവരും, നിങ്ങളുടെ ബ്ലോക്കേജസ് മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പൈസ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അബണ്ടൻസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ അത് തുടർന്നും ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിർത്തിയിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു പൈസ വരുന്ന അല്ലെങ്കിൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. പക്ഷെ അതിനെന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നാണ് സെക്കൻഡ് കാർഡ് കണ്ടത്. അപ്പോൾ ആ ബ്ലോക്ക് മാറ്റിയാൽ മാത്രമേ നിങ്ങളിലേക്ക് ഈ പൈസ വരുള്ളൂ. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നുമല്ലോ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നതെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ തോന്നുന്ന ആൾക്കാർ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അതായത് സ്പെല്ല്, അത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഗുഡ് ലക്കിനുള്ള സ്പെല്ല് എന്താണെന്ന് ഒന്ന് അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ വരും. അപ്പം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യാം. പിന്നെ ഗ്രീൻ താര മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ്. ഗ്രീൻ താര ചൊല്ലുക. അപ്പോൾ അതും നിങ്ങൾക്ക് താരാമന്ത്രങ്ങൾ, അത് ഇപ്പം ഈ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഈ അബണ്ടൻസിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഗ്രീൻ താര നിങ്ങൾ യൂട്യൂബിൽ നോക്കുക. അപ്പോൾ അതിൽ താരാമന്ത്രം നോക്കിയിട്ട് അത് നിങ്ങൾ
ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വന്നിട്ടുള്ള സാമ്പത്തിക തടസ്സങ്ങളിൽ മാറാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമ്പത്ത് വരുന്നതിന് എന്തൊക്കെയോ ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് മാറ്റാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ മതി. ഇത് വേറെ ആരുടെ അടുത്തും പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സാമ്പത്തിക തടസ്സം മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരാളിൻ്റെ അടുത്ത് പോകണ്ട എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ചെയ്താൽ മാറും. അതാണ് നിങ്ങളുടെ സ്പെല്ല് ചെയ്യാൻ എന്ന് പറയുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ പണി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പണി ചെയ്യുന്നുണ്ട്, ഒന്നിലധികം ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളിലേക്ക് പൈസ അങ്ങനെ വരാനൊരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എല്ലാം പൈസയുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പം പൈസ വരുന്ന എനർജി ആണെങ്കിലും ആ ഒരു പൈസയ്ക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ ബ്ലോക്ക് ഉള്ളത് നമുക്കിപ്പോൾ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമയം നല്ലതാണ്. നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ സമയം നല്ലതാണ്. പക്ഷേ എന്തെങ്കിലും ആഭിചാര ദോഷങ്ങളോ നെഗറ്റീവ് എനർജിയോ അങ്ങനെ ക്ഷുദ്രപ്രയോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഈ ഒരു എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർ, അതായത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. കുറേ അധികം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കുറേ കാർഡ്സ് വന്നത്. പ്ലാൻ ഷോപ്പാണ് 7 ഓഫ് പെൻറ്റക്കിൾ. അപ്പോൾ ഇതും ഇന്നത്തെ എനർജി ഒരു മണി എനർജിയാണ്. അപ്പോൾ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്കേജസ് എങ്ങനെ മാറ്റാമെന്ന് ഉള്ള ഒരു റീഡിംഗ് ആയിരിക്കും ഇത്. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആണ് എങ്കിലും കൂടുതലും പൈസയുടെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മണി ബ്ലോക്കേജസ് ഉള്ള ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ ഇത് കൂടുതലും. അവരാണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നെക്സ്റ്റ് വീക്കിൽ തിരുപ്പതി പോകണുണ്ട്, വെങ്കടാചലപതി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ അതവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അത്ര അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിക്കാം. ഞാൻ ഈ പോണത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള എനർജി കൂടുതൽ വരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ടുള്ള എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള യാത്രകൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മണി ബ്ലോക്കേജസും ഒക്കെ വന്നിട്ടുള്ളത്, നിങ്ങളുടെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. 7 ഓഫ് പെൻറ്റക്കിൾസ് മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെലവഴിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇപ്പം ചെയ്ത എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, ജോലി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും അത് വളരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഫ്രൂട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഈ 4 കാർഡ് എടുത്തതും സെയിം ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീണ്ടും പറഞ്ഞത്. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം, അല്ലെങ്കിൽ കുട്ടികളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒപ്പം നിങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മനസമാധാനമായിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു കടൽ തീരത്തൊക്കെ പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ പറ്റുമെന്നുള്ള ആൾക്കാർ നിങ്ങൾ കടൽ തീരത്ത് പോയി ഇരിക്കുന്നത് നല്ലതായിരിക്കും. വല്ലപ്പോഴൊക്കെ പോയാൽ മതി. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സമയം അവിടെ പോയിരിക്കുന്നത് എന്നിട്ട് ആ അസ്തമയം കാണുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മളുടെ എനർജി ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു കടൽ കാറ്റും ആ ഒരു പഞ്ചഭൂതങ്ങളുടെ ഒരു ഇത് അവിടെ ഉണ്ടല്ലോ, ആകാശം, ഭൂമി, വായു, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ പോയിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു നിങ്ങളുടെ എനർജി പെട്ടെന്ന് ക്ലെൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ മാക്സിമം
കടൽക്കരയിൽ പോയിരിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. പ്രത്യേകിച്ചും അസ്തമയത്തിന് ഇരിക്കുമ്പോഴാണ് ആ ഒരു ഇത് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ പോയിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ സന്തോഷത്തോടു കൂടി കാണണം എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഇപ്പം ടെൻഷൻ എല്ലാവർക്കും വരും കേട്ടോ. പക്ഷേ ടെൻഷൻ വന്നാലും എപ്പോഴും ആ ടെൻഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കാതെ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വളരെ പ്രത്യാശയോടുകൂടി നിങ്ങൾ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക. ഒരിക്കലും ഇതൊന്നും നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ്. അതൊന്ന് ചിലപ്പോൾ പൂർണ്ണമായും എസ്കേപ്പ് ആകാൻ പറ്റില്ല. കർമ്മയിൽ നിന്നും പൂർണ്ണമായി എസ്കേപ്പ് ആകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തിരിച്ചറിവ് വന്നു കഴിയുമ്പം കർമ്മയൊന്നും ഒരു പ്രശ്നമല്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അത് എന്ത് വന്നാലും നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലും നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ വരും, എന്നെ ശ്രദ്ധിക്കാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു തോന്നൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡിൽ ജീവിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എല്ലാ സമയവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് എന്ത് കിട്ടിയാലും, ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. ലിവ് ഇൻ ദ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എപ്പോഴും ഇപ്പം ഏതവസ്ഥയിലും, ഇപ്പോൾ വേദനയിൽ പോലും നമുക്ക് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മൾ ജീവിച്ചിരിക്കുന്നു, ആ വേദന കിട്ടിയാലും നമ്മൾ ജീവിച്ചിരിക്കുന്നു. ആ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഏത് ടഫായിട്ടുള്ള സിറ്റുവേഷനിലും ഏറ്റവും ചെറിയൊരു കാര്യമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ നന്ദി പറയും തോറും നന്ദി പറയാനുള്ള സാഹചര്യം പ്രപഞ്ചം ഒരുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തിൽ നിങ്ങൾക്കുള്ള ഓരോ ചെറിയ കാര്യങ്ങളെയും നിങ്ങൾ എടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. വാഹനങ്ങളുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലോ, വീടുണ്ടെങ്കിലോ, നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിലോ, കിട്ടുന്ന ഭക്ഷണത്തിനോ കുടുംബത്തിനോ ഒക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. നമുക്ക് കൂടുതൽ സൗഭാഗ്യവും നന്മകളും ഉണ്ടാക്കും എന്നുള്ളതാണ്. എംപററിന്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ മാറ്റി വയ്ക്കേണ്ടതല്ല, പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു തീർക്കണം. ഇതിൽ ഇപ്പോൾ ലൈസൻസ് റിന്യൂ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആധാർ, പാൻ കാർഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനോ, അല്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനോ ഒക്കെ ഉള്ള ഇത് നേരത്തെ ഇങ്ങനെ തന്നെ വന്നു എന്നാണ് തോന്നണത് ഇതിനകത്ത്. അങ്ങനെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്നാൽ നിങ്ങൾ മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളത് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. അത് മാറ്റി വെക്കരുത്. അപ്പം അത് ചെയ്യണം. കാരണം നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മളിത് മറ്റാർക്കും ഏൽപ്പിക്കാതിരിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നുള്ളതാണ്. അത് ചെയ്തു വെക്കുക. ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം ഉപയോഗം ഉണ്ടാകും എന്നുള്ളതാണ്. 7 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ശരിക്കും നിങ്ങളെ എല്ലാവരും കൂടി കുറേ ആൾക്കാർ ചേർന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. കുറേ ആൾക്കാർ, ഒന്നിലധികം ആൾക്കാർ നിങ്ങളോട് ഒരു വഴക്ക് ഉണ്ടാക്കാൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾ ചിലപ്പം ചെയ്യാത്ത തെറ്റിന് ഈ അടുത്ത കാലത്തോ ഇന്നോ നിങ്ങൾ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. അപ്പം അത് വൈകുന്നേരം ആയിരിക്കും കേട്ടോ, രാവിലെ ആയിരിക്കില്ല, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു മറ്റുള്ളവരെല്ലാവരെയും നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ ടെൻഷനായി പോകരുത് എന്നുള്ളതാണ് കാണുന്നത്. ജഡ്ജ്മെൻ്റ് ആണ്.
നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പം പോസിറ്റീവായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. കർമ്മയാണത്. അപ്പം ആ കർമ്മഫലം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് കാണുന്നത്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വീണ്ടും വീണ്ടും ചിലപ്പോൾ ഒരേ കാര്യത്തിന് കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പം നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചിലപ്പോൾ ഇന്നത്തെ ദിവസം അത് എൻ്റെ ആകാൻ വേണ്ടിയിട്ടായിരിക്കും വീണ്ടും വീണ്ടും അത് കേൾക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് പെൻഡുലം നോക്കാം. പെൻഡുലത്തിൽ എന്താണ് പെൻഡുലം പറയുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ പെൻഡുലം വേണമെന്ന് തന്നെയാണ് ഒരുപാട് ആൾക്കാർ അത് ഉപയോഗമുണ്ട് എന്നാണ് പറയണത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം നോക്കാം. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. പെൻഡുലത്തോട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഇന്ന് നിങ്ങൾ ആ ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ പെൻഡുലത്തോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ, നിങ്ങൾ ഇന്ന് എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുന്നതാണ് അതിനകത്ത് പറയണത്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടക്കും എന്നുള്ളതാണ്. ഇത് ഒരുപാട് തടസ്സങ്ങളൊന്നും ഇല്ല. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന് ഒരുപാട് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്ട്രെസ്സിലൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള റീഡിങ്, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.